വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന്റെ മൊഡ്യൂൾ 4 റിവിഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിന്റെ തുടർച്ചയായ യൂണിറ്റ് 4 എയർ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ആണ്. അതിൽ നമുക്കുള്ളത് എയർ ട്രാവൽ ഓർഗനൈസേഷൻസ്, ഫ്രീഡംസ് ഓഫ് എയർ, കോണ്ടിനെന്റ്സ് ആൻഡ് ട്രാഫിക് കോൺഫറൻസ് ഏരിയാസ്, ടൈം സോൺസ്, അനാട്ടമി ഓഫ് എ ജേർണി, ടൈപ്സ് ഓഫ് എയർലൈൻ ജേർണി, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നീ പാഠഭാഗങ്ങൾ ആണ്. അതോടൊപ്പം യൂണിറ്റ് 5-ൽ CRS ഡെഫിനിഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റംസ്, പാസഞ്ചർ നെയിം റെക്കോർഡ് ഓർ PNR, SSR ആൻഡ് OSI കോഡ്സ്, ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ BSP എന്നിവയാണ് നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. എയർ ട്രാവൽ ഓർഗനൈസേഷൻസിൽ ഒന്നാമത്തേത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO. അതിന്റെ ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നു. സ്ട്രെങ്തനിങ് സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി, സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതോടൊപ്പം എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസ്, സപ്പോർട്ട് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ICAO സ്റ്റാൻഡേർഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് സിവിൽ ഏവിയേഷൻ / എയർപോർട്ട് മാനേജ്മെന്റ് പ്ലാൻസ് ഇവയെല്ലാമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായി ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നിവയാണ്. ഇത് നമ്മൾ വിശദമായ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് IATA, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ എയർലൈൻസ് ആണ് IATA. 117ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് മെമ്പർ എയർലൈൻസ് ഉണ്ട്. നമുക്കറിയാം IATAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നാം പഠിച്ചിട്ടുണ്ടെങ്കിലും to promote safe, regular and economic air transport for the benefit of people of the world. Second one, to provide means for collaboration among the air transport enterprises engaged directly or indirectly in international air transport services. മൂന്നാമത്തേത് to cooperate with the International Civil Aviation Organization. Fourth one, to provide a common platform for travel agencies and tour operators. നാലാമത്തേത് to promote and develop international tourism. ഇവയെല്ലാമാണ് IATAയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. മറ്റു ചില ഓർഗനൈസേഷൻസും അതുപോലെ കൺവെൻഷൻസും കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അവ UFTA, യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസി അസോസിയേഷൻ, ASTA, അമേരിക്കൻ സൊസൈറ്റി ഓഫ് ട്രാവൽ ഏജന്റ്സ്, PATA, പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ, TAI, ട്രാവൽ ഏജൻസി അസോസിയേഷൻ ഇൻ ഇന്ത്യ, അതോടൊപ്പം ഷിക്കാഗോ കൺവെൻഷൻ 1944 ആണ്, വാഴ്സ കൺവെൻഷൻ 1929, മോൺട്രിയൽ കൺവെൻഷൻ 1999. ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഉണ്ട്. നെക്സ്റ്റ് പാർട്ട് ഈസ് ഫ്രീഡംസ് ഓഫ് എയർ. നമുക്കറിയാം വ്യോമയാന ഗതാഗത രംഗത്തെ വിമാനങ്ങളുടെ പറക്കലുമായി ബന്ധപ്പെട്ട ഫ്രീഡംസ് ഓഫ് എയറിൽ ചിലത് മാത്രം ഞാൻ പറയാം. ഒന്നാമത്തേത് നമുക്കറിയാം ഓവർഫ്ലൈ ആണ്. രണ്ടാമത്തേത് ടെക്നിക്കൽ ലാൻഡിംഗ്. മൂന്നാമത്തേത് ഹോം കൺട്രി ടു ഫോറിൻ കൺട്രി. നാലാമത്തേത് ഫോറിൻ കൺട്രി ടു ഹോം കൺട്രി. അഞ്ചാമത്തേത് ഓവർ എ ഫോറിൻ കൺട്രി. അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ഫ്രീഡംസ് ഓഫ് എയർ പഠിക്കുവാനുണ്ട്. അതിന്റെ ഒരു ഇമേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ വിശദമായി മുൻ ക്ലാസ്സുകളിൽ അത് പഠിച്ചതാണ്. അടുത്ത പാഠഭാഗം അതിലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നമ്മുടെ IATA ജോഗ്രഫിക്കൽ ഏരിയാസ്, അതുപോലെ തന്നെ കോണ്ടിനെന്റ്സ് ഇൻ ദി വേൾഡ്. നമുക്കറിയാം വേൾഡിലെ പ്രധാനപ്പെട്ട ഓഷ്യൻസും കോണ്ടിനെന്റ്സും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കിവിടെ കാണാം നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. ദെൻ അവിടെ ഓഷ്യൻസിൽ നമുക്ക് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അന്റാർട്ടിക്കയുടെ ഭാഗമായ അന്റാർട്ടിക് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആർട്ടിക് ഓഷ്യൻ മുകളിലാണ്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളും അതുപോലെ തന്നെ സമുദ്രങ്ങളും. 3 ട്രാഫിക് കോൺഫറൻസുകളായി IATA ലോകത്തെ വ്യോമയാന ഗതാഗത രംഗം എളുപ്പത്തിലാക്കാനായി തിരിച്ചിട്ടുണ്ട്. TC1 ഏരിയ 1, TC2 ഏരിയ 2, TC3 ഏരിയ 3. ഏരിയ 1-ൽ നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക. ഏരിയ 2-ൽ യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്. ഏരിയ 3-ൽ ഏഷ്യ, ദെൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആൻഡ് അഡ്ജസ്റ്റന്റ് ഐലൻഡ്സ്. ഈ 8 ഏരിയകൾക്കും വീണ്ടും സബ് ഏരിയാസ് ഉണ്ടെന്ന് നമുക്കറിയാം. വിശദമായി നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് മാത്രമായി കാണുക, മനസ്സിലാക്കുക. അടുത്ത ഭാഗത്ത് ചില എയർലൈൻ കോഡുകൾ മോഡലായി നമുക്ക് നൽകിയിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, ലോകത്തിലെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്കെല്ലാം തന്നെ 2 ലെറ്റർ എയർലൈൻ കോഡ്സ് ഉണ്ട്. ഇവിടെ നമുക്കറിയാം, നമുക്കിവിടെ കാണാം അയർലൻഡിന്റെ എയർലൈനായ എയർ ലിങ്കസ് EI നമുക്ക് കാണാം. എയറോലിനിയസ് അർജന്റീനസ്, അർജന്റീനയുടെ എയർലൈനാണ് AR ആണ് കോഡ്. അതുപോലെ തന്നെ നമുക്ക് എയർ ഇന്ത്യ AI, ബോംബെ ഇന്ത്യയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ നമുക്ക് എയർലൈൻ നെയിമും കോഡ്സും അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് നൽകിയിട്ടുണ്ട്. മുൻപ് വീഡിയോകൾ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതധികമായി പറയുന്നില്ല. ഈ പ്രധാനപ്പെട്ട ലോകത്തിലെ എയർലൈനുകളും അവയുടെ കോഡുകളും ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ IATA ജോഗ്രഫിക്കൽ ഏരിയാസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സിറ്റി കോഡുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ എയർപോർട്ട് സിറ്റികൾക്കും 3 ലെറ്റർ കോഡുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഡൽഹി DEL, അമേരിക്കയിലെ വാഷിംഗ്ടണിന്റെ WAS എന്ന കോഡ് നമുക്കറിയാം. ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടന്റെ LON ആണ്. അതുപോലെ ഇവിടെ മോഡലായി നൽകിയിരിക്കുന്ന യൂറോപ്പിലെ പ്രധാനപ്പെട്ട ചില സിറ്റികളും അവയുടെ കോഡുകളുമാണ്.
നമുക്ക് പ്രധാനപ്പെട്ട ലോകത്തിലെ ഒരു 60 കോഡുകൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. നമുക്കത് വായിച്ചു കിട്ടിയാൽ മനസ്സിലാകും. നമ്മുടെ ഫോക്കസ് പോയിന്റിൽ അത് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നമുക്ക് എയർപോർട്ട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് മനസ്സിലാക്കാനുണ്ട്. 2 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസും അതുപോലെ തന്നെ അറൈവൽ ഫോർമാലിറ്റീസും. ഒന്നാമത്തേത് ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസ്. ഫസ്റ്റ് വൺ സ്ക്രീനിങ് ഓഫ് ബാഗേജ്, സെക്കൻഡ് വൺ ചെക്ക് ഇൻ കൗണ്ടർ, തേർഡ് വൺ ഇമിഗ്രേഷൻ കൺട്രോൾ, ഫോർത്ത് വൺ സെക്യൂരിറ്റി ചെക്ക്, ഫിഫ്ത്ത് വൺ ലോഞ്ച്, സിക്സ്ത് വൺ ഈസ് ഗ്രേറ്റ് ഏരിയ, ദെൻ എയറോ ബ്രിഡ്ജ്, പാത്ത് വേ ടു ഫ്ലൈറ്റ്. ഇതാണ് ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസിൽ പെടുന്നത്. രണ്ടാമത്തേത് അറൈവൽ ഫോർമാലിറ്റീസ് ആണ്. അവിടെ ഇമിഗ്രേഷൻ ചെക്ക്, ദെൻ ബാഗേജ് ക്ലെയിം, കസ്റ്റംസ്, 3 തരത്തിലുള്ള ചാനലുകളുണ്ട്. ബ്ലൂ ചാനൽ, ഗ്രീൻ ചാനൽ, റെഡ് ചാനൽ, ദെൻ പബ്ലിക്കിനായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ലോഞ്ച് അല്ലെങ്കിൽ ടെർമിനൽസ് എല്ലാം ഉണ്ട്. അങ്ങനെ വിശദമായി നമ്മൾ മുൻപ് വീഡിയോസിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെയും ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം 24 സമയമേഖലകളായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് വേൾഡ് ടൈം സോൺസ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ വിശദമായി പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഫോക്കസ് പോയിന്റിന്റെ ഭാഗമായി അതെന്താണെന്ന് മനസ്സിലാക്കി മാത്രം നമ്മൾ ഇരുന്നാൽ മതി. നമുക്കറിയാം, നമുക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയ മേഖലകളുണ്ട്. GMT എന്ന ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം നമുക്കറിയാം. DST എന്ന ഡേ ലൈറ്റ് സേവിംഗ് ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. SCT എന്നത് രാജ്യമാണ്. GMT നമുക്ക് UTC എന്ന് വിശേഷിപ്പിക്കാം, യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റഡ്. അതുമായി ബന്ധപ്പെട്ട നോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ലോകത്തിൽ എങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിൽ സമയ വ്യത്യാസം കണക്കാക്കുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. ആ പാഠഭാഗം നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. ഈ ചാപ്റ്ററിലെ ഫോക്കസിൽ വരുന്ന അടുത്ത ഭാഗമാണ് ടൈപ്സ് ഓഫ് ജേർണി. നമുക്കിവിടെ 1 വേ ജേർണി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ട്രിപ്പ് RT, അതുപോലെ തന്നെ CT സർക്കിൾ ട്രിപ്പ്. ദെൻ നമുക്ക് ഓപ്പൺ ജോ ജേർണിയെ പരിചയപ്പെടാനുണ്ട്. സിംഗിൾ വിൻ ഓപ്പൺ ജോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ടേൺ അറൗണ്ട് ഓപ്പൺ ജോ. ദെൻ അവിടെ താഴെ നമുക്ക് ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് ചെറുതായി ഒന്ന് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. വെസ്റ്റേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ WH എന്ന ഗ്ലോബൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന ഗ്ലോബൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ WH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ 1-നകത്ത് നടക്കുന്ന വിമാന ജേണിയെ നമുക്ക് WH എന്ന് വിശേഷിപ്പിക്കാം. ഏരിയ 2-ലും 3-ലും അല്ലെങ്കിൽ 2-ലോ അല്ലെങ്കിൽ 3-ലോ നടത്തുന്ന വിമാന ജേണിയെ കോമൺ ആയി നമുക്ക് EH എന്ന ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് വിശേഷിപ്പിക്കാം. ദെൻ അവിടെ നമുക്ക് മറ്റു ചില ഇൻഡിക്കേറ്റേഴ്സ് കൂടി കാണാൻ പറ്റും. AT അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ജേണി. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും ഉണ്ട്. അടുത്ത ഒട്ടും അപ്രധാനമല്ലാത്ത ഒരു മേഖലയാണ് എയർ കാർഗോ ലോജിസ്റ്റിക്സ്. നാം മനസ്സിലാക്കണം, air cargo is the bulky baggage carried in an airline. It is loaded and unloaded in the area called the ramp. Then the cargo professional must know the following terms: basic cargo knowledge, അതിൽ ബുക്കിംഗ് ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, ദെൻ എയർപോർട്ട് ആൻഡ് എയർക്രാഫ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഗോ, കാർഗോ റേറ്റിംഗ്, യൂണിറ്റ് ലോഡ് ഡിവൈസ് അല്ലെങ്കിൽ ULD, ദെൻ കാർഗോ സിസ്റ്റംസ്, ജനറൽ കാർഗോ, സ്പെഷ്യൽ കാർഗോ. ഇതെല്ലാം തന്നെ കാർഗോയിൽ പ്രധാനമായും ജനറലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോജിസ്റ്റിക്സ് കമ്പനീസ് ആർ ടൈപ്സ് ഓഫ് കമ്പനീസ് ഓൺ their assets and resources on behalf of another company for services like warehousing, packing, etc. In logistics industry there is a combination of air cargo, sea cargo and road cargo. 3 കാർഗോസും അതിൽ ഡീൽ ചെയ്യാനുണ്ട്. അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് LMS അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സിസ്റ്റം. ദെൻ DGR എന്നൊരു സംഭവം നമുക്ക് കാണാം, ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻസ്. ദെൻ LCS ലോഡ് കൺട്രോൾ സിസ്റ്റം. ഇതെല്ലാം നമുക്ക് കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ GDS. നമ്മൾ മനസ്സിലാക്കണം, പഴയ കാലത്ത് ഇതിൻ്റെ പേര് CRS അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം എന്നാണ്. ഇന്ന് ARS എന്നും കൂടി വിളിക്കപ്പെടുന്നുണ്ട്, ഓട്ടോമേറ്റഡ് റിസർവേഷൻ സിസ്റ്റം. ഇറ്റ്സ് എ വേൾഡ് വൈഡ് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിംഗിൾ പോയിന്റ് ഓഫ് ആക്സസ് ഫോർ റിസർവിംഗ് എയർലൈൻ ടിക്കറ്റ്സ്, ഹോട്ടൽ റൂംസ്, car rental services and other travel related items. These are usually used by travel agents and online reservation sites as a part of their business. GDS അല്ലെങ്കിൽ CRS വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കണം, ട്രാവൽ ഏജൻസും GDSും ഒക്കെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. അവിടെ ഹോട്ടൽസ് കാണിച്ചിട്ടുണ്ട്, എയർലൈൻ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്, കാർ റെന്റ് സർവീസ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി GDS വഴിയാണ് ട്രാവൽ ഏജന്റ് ഓപ്പറേറ്റ് ചെയ്ത് ഐറ്റ്നറിയും അല്ലെങ്കിൽ ടൂർ പാക്കേജൊക്കെ പ്രിപ്പയർ ചെയ്ത് ടൂറിസ്റ്റുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഒരു CRSലെ പ്രധാനപ്പെട്ട ഭാഗമായ PNR ക്രിയേഷനിലെ നമുക്ക് പ്രിന്റ് എന്ന പദം ഉപയോഗിച്ചാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. P stands for ഫോൺ ഫീൽഡ്, R stands for received from, I for itinerary,
N for name field, then T for ticketing time limit field. ഈ 5 ഫീൽഡുകൾ നാം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് പ്രിന്റ്. CRS സിസ്റ്റമുകളുടെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഗീവ്സ് us ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഇൻഫർമേഷൻ, then availability information, fare codes, that means rates, reservation information, then ticketing information, refund and cancellations. ജനറൽ ആയിട്ട് ഈ 6 പോയിന്റ്സ് ആണ് നമുക്ക് റിസർവേഷൻ ഫങ്ഷൻസ് ആയി CRSന്റെ മനസ്സിലാക്കുവാൻ ഉള്ളത്. ലോകത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന അമേഡസ്, ഗലീലിയോ, അപ്പോളോ, സൈബർ, വേർഡ്സ്പാൻ എന്നീ സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നൽകിയിരിക്കുന്നത്. ട്രാവൽ ഏജൻസികളും എയർലൈൻസും മറ്റും ഉപയോഗിക്കുന്ന A മുതൽ Z വരെയുള്ള ആൽഫബറ്റിക് കോഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനെ നമുക്ക് ട്രാവൽ ഏജൻസികളുടെ ബുക്കിംഗ് സംവിധാനവും മറ്റുമായി ടെലിഫോണിക് റിസർവേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ 0 to 9 ആണെങ്കിൽ നമ്മൾ ന്യൂമറിക് കോഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ A to Z കോഡ്സും 0 to 9 കോഡ്സും ഒരുമിച്ച് ചേർന്ന ആൽഫാ ന്യൂമറിക് കോഡ്സ്. ഫോർ എക്സാമ്പിൾ എയർലൈൻ്റെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഫ്ലൈറ്റ് നമ്പർ ഒരു ആൽഫാ ന്യൂമറിക് കോഡാണ്. ഇതെല്ലാം നമ്മൾ വിവിധ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. അത് മനസ്സിലാക്കുക. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംവിധാനമാണ് സിസ്റ്റമാണ് SSR ആൻഡ് OSI കോഡ്സ്. SSR മീൻസ് സ്പെഷ്യൽ സർവീസ് റിക്വസ്റ്റ്. ഒരു എയർലൈന് പാസഞ്ചറെ കുറിച്ച് ട്രാവൽ ഏജന്റ് കൊടുക്കുന്ന ഇൻഫർമേഷനെ നമുക്ക് OSI കോഡ് എന്ന് വിശേഷിപ്പിക്കാം, അതർ സർവീസ് ഇൻഫർമേഷൻ. അത് സാധാരണഗതിയിൽ ഫോർ എക്സാമ്പിൾ VIP വരുന്ന പാസഞ്ചർ VIP ആണെന്ന് അറിയിക്കുന്നു. ഈ ഒന്നാമത്തെ SSR കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ സർവീസ് റിക്വസ്റ്റ് കോഡ്. ഒരു പാസഞ്ചർക്ക് എന്തെങ്കിലും പ്രത്യേക സേവനം സൗജന്യമായി വിമാനത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ചില ലഭ്യമാകുന്ന സൗകര്യങ്ങളെ 4 അക്ക കോഡുകളായി നമുക്ക് നൽകിയിട്ടുണ്ട്. അവയെ നമുക്ക് SSR കോഡുകൾ എന്ന് വിശേഷിപ്പിക്കാം. കുറച്ച് കോഡുകൾ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. BBML ബേബി മീൽ, BULK ബൾക്കി ബാഗേജ്, BLND ബ്ലൈൻഡ് പാസഞ്ചർ, ദെൻ DEIF ഡെഫ് പാസഞ്ചർ, അതുപോലെ തന്നെ FQTV ഫ്രീക്വന്റ് ട്രാവൽ ഇൻഫർമേഷൻ, SPML സ്പെഷ്യൽ മീൽ, ദെൻ SMSA സ്മോക്കിംഗ് അയൽ സീറ്റ്, ദെൻ RQST റിക്വസ്റ്റ്. അങ്ങനെ തുടങ്ങിയ ചില പദങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അവസാനമായി BSP ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ. BSP aims to simplify the selling, reporting and remitting procedures to IATA accredited passenger sales agents. 1971 ജപ്പാനിൽ ആരംഭിച്ച ഒരു എയർലൈനുമായി ബന്ധപ്പെട്ട അയാട്ടയുടെ പേയ്മെന്റ് സംവിധാനമാണ് BSP അല്ലെങ്കിൽ ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ. ഇതിന്റെ ആദ്യത്തെ പേര് ബാങ്ക് സെറ്റിൽമെന്റ് പ്ലാൻ എന്നായിരുന്നു. അത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് സെന്റർ DPCകൾ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് എയർലൈനുകളുടെ വിവിധ എയർലൈൻ ടിക്കറ്റുകൾ ട്രാവൽ ഏജൻസികൾക്ക് എളുപ്പത്തിൽ അവയുടെ പേയ്മെന്റ് കൊടുത്തു തീർക്കാനായി നൽകിയിരിക്കുന്ന സംവിധാനമാണ് ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ. ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Advantages of BSP: a centralized source from which these traffic documents are supplied, then simplified paperwork and less overhead costs. Third one, single set of standard administrative forms. Fourth one central point, that is processing center. The use of most modern ticketing systems, then greater document security. Next one is significantly improved cash flow, better financial controls, better sales and marketing intelligence, more target sales efforts. Then last one is easier introduction of new technologies. ഇവയെല്ലാമാണ് BSPയുടെ അഡ്വാൻറ്റേജസ് ആയി നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും ഉള്ളത്. 3-4 മൊഡ്യൂളുകളിലായി ഫോക്കസ് പോയിന്റുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നാം ചർച്ച ചെയ്തത്. നിങ്ങൾ വ്യക്തമായി പഠിച്ച് ഭംഗിയായി മുന്നോട്ട് പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.